ആനക്കാമ്പൊയിൽ കർലാടി ദൂരം എന്ന് പറയുന്നത് 42 കിലോമീറ്റർ ആണ്. ഈ ഒരു തുരങ്കപാതയിലൂടെ ആ 42 കിലോമീറ്റർ 20 കിലോമീറ്ററായി കുറയും എന്നുള്ളതാണ് ഈ ഒരു സ്വപ്ന പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യം നടക്കുന്നത് ജിയോളജിക്കൽ സർവേ, ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിന് ആവശ്യമായ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ, മിഷൻസുകളൊക്കെയാണ് ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ കർലാടി ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. എക്സ്കവേറ്റർ പോലുള്ള ധാരാളം മിഷൻസും അതുപോലെ മറ്റു ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കർലാടി പ്രദേശത്ത് അതിന്റെ നിർമ്മാണം നടക്കുന്ന ഒരു കാഴ്ച ആരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ കാണുന്ന മറിപ്പുഴയാണ് ആനക്കാമ്പൊയിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറിപ്പുഴ. ഈ പുഴ കടന്ന് വലിയൊരു പാലം വരാനുണ്ട്, പെർമനന്റ് ആയിട്ടുള്ള പാലം. ആ പാലവും കടന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ണെത്താത്ത ദൂരത്തോളം മാനം മുട്ടി നിൽക്കുന്ന സഹ്യപർവ്വത നിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പൊ നല്ല മഴയും കോടയുള്ളത് കൊണ്ട് ആ കോടകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഈ പർവ്വത നിരകളെ തുരന്നെടുത്തുകൊണ്ടാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത ആരംഭിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ മലപ്രദേശങ്ങളിലൂടെയാണ് പദ്ധതി റോഡ് കടന്നു പോകുന്നത്. കേരളത്തിലെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഡീറ്റെയിൽഡ് ആയ വീഡിയോ ജിത്തൂസ് ജേനി എന്ന ഫേസ്ബുക്ക് ചാനൽ, യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണേ.